ഫ്രണ്ട്സ്, വെൽക്കം ടു ഫ്രീഡം വേൾഡ്. ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഈ ലോകത്തിൽ ഏറ്റവും സമ്പന്നമായ 10 രാജ്യങ്ങളിൽ നിലനിന്നുകൊണ്ടിരിക്കുന്ന മതങ്ങൾ ഏതൊക്കെയാണെന്നാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 10ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യമാണ് ഗയാന. ഇവിടുത്തെ മതം ക്രിസ്തു മതത്തിന്റെ വിവിധ ശാഖകളാൽ ആധിപത്യം പുലർത്തുന്നു. ഹിന്ദുമതത്തിന്റെയും ഇസ്ലാമിന്റെയും അനുയായികളിൽ ഗണ്യമായ ന്യൂനപക്ഷങ്ങളുണ്ട്. ഇവിടെ 54.2% ക്രിസ്തുമതവും 31% ഹിന്ദുമതവും 7.5% ഇസ്ലാം മതവുമാണ്. 9ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ്. ഇവിടുത്തെ മതം വ്യാപകവും വൈവിധ്യപൂർണവുമാണ്. മറ്റ് സമ്പന്നരായ പാശ്ചാത്യ രാജ്യങ്ങളെ അപേക്ഷിച്ച് രാജ്യം കൂടുതൽ മതപരമാണ്. ഇവർ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തിലാണ്. 33% ആളുകളാണ് ഈ മതത്തിൽ നിലകൊള്ളുന്നത്. 22% കത്തോലിക്ക മതത്തിലും വിശ്വസിക്കുന്നു. 8ാം സ്ഥാനത്ത് നിൽക്കുന്നത് നോർവേ ആണ്. ഇവിടെ ലൂതറൻ ക്രിസ്ത്യാനിറ്റിയാണ് ആധിപത്യം പുലർത്തുന്നത്. 2022 ഇവാഞ്ചലിക്കൽ ലൂതറൻ ചർച്ച് ഓഫ് നോർവേയിൽ ഉൾപ്പെട്ട ജനസംഖ്യ 63.7%. കത്തോലിക്ക സഭയാണ് അടുത്ത ഏറ്റവും വലിയ മതം. ജനസംഖ്യയുടെ 3.4% ഇസ്ലാം മതം പിന്തുടരുന്നു. 7ാം സ്ഥാനത്ത് നിൽക്കുന്നത് സാൻ മറീനോ. ഇവിടെയുള്ള ജനങ്ങൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് ക്രിസ്ത്യൻ മതവിഭാഗത്തിലാണ്. 91.5% ജനങ്ങൾ ക്രിസ്ത്യൻ മതത്തിലാണ് ഉള്ളത്. 2000ങ്ങളുടെ തുടക്കത്തിൽ ഇറ്റലിയിലെ പോലെ 95% ആളുകളും റോമൻ കത്തോലിക്കരായിരുന്നു. 6ാം സ്ഥാനത്ത് നിൽക്കുന്നത് സ്വിറ്റ്സർലാൻഡ് ആണ്. ഇവിടുത്തെ മതം പ്രധാനമായും ക്രിസ്തു മതമാണ്. 2020 61.2% ക്രിസ്ത്യാനികളും ഇവരിൽ 33.8% കത്തോലിക്കരും 21.8% സ്വിസ് പ്രൊട്ടസ്റ്റന്റുകളുമാണ്. കൂടാതെ 5.6% മറ്റ് ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ അനുയായികളുമാണ്. ഇവിടെയുള്ള പള്ളികളിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വലിയ ക്ലോക്കുകളാണ്. 5ാം സ്ഥാനത്ത് നിൽക്കുന്നത് UAE ആണ്. 76% ഇസ്ലാം മതവിശ്വാസികളുള്ള ഈ നാട്ടിൽ ഇസ്ലാം ഔദ്യോഗിക മതവും അറബി ഔദ്യോഗിക ഭാഷയുമാണ്. ഇവിടെ ഏകദേശം 10 ലക്ഷം ജനസംഖ്യയുണ്ട്. 12.6% ക്രിസ്തുമത വിശ്വാസികളും 6% ഹിന്ദുമത വിശ്വാസികളും ഇവിടെ നിലകൊള്ളുന്നു. 4ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ഖത്തറാണ്. ഇസ്ലാമാണ് ഇവരുടെ ഔദ്യോഗിക മതം. തദ്ദേശീയർ മുഴുവൻ മുസ്ലിങ്ങളാണെങ്കിലും എല്ലാ മതവിശ്വാസികൾക്കും ഇവിടെ സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. ക്രിസ്ത്യൻ, ഹിന്ദു, ബുദ്ധ, ജൈന, പാർസി എന്നീ മതക്കാർ ഇവിടെയുള്ളത് കൊണ്ട് തന്നെ സ്വന്തമായി ആരാധനാലയങ്ങൾ സ്ഥാപിക്കാനുള്ള അനുമതിയും ഇവർ നൽകുന്നു. 3ാം സ്ഥാനത്ത് നിൽക്കുന്നത് സിംഗപ്പൂരാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വൈവിധ്യമാർന്ന വംശീയ സമ്മിശ്രമായതിനാൽ വൈവിധ്യമാർന്ന മതപരമായ വിശ്വാസങ്ങളും ആചാരങ്ങളും കൊണ്ട് സവിശേഷമാണ് ഇവിടം. അതുകൊണ്ട് തന്നെ ഇവിടം സാംസ്കാരിക മൊസൈക്ക് എന്ന് വിളിക്കുന്നു. ബുദ്ധമതമാണ് ഇവിടെ കൂടുതലും നിലനിൽക്കുന്നത്. 31.3% ആളുകൾ ഈ മതത്തിൽ വിശ്വസിക്കുന്നു. 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് അയർലൻഡ് ആണ്. ഇവിടുത്തെ പ്രധാന മതം ക്രിസ്തുമതമാണ്. ഏകദേശം 69.1% കത്തോലിക്ക മതത്തിൽ വിശ്വസിച്ചു പോരുന്നു. പ്രധാനമായും കുടിയേറ്റം കാരണം ഓർത്തഡോക്സ് ക്രിസ്ത്യാനിറ്റിയാണ് അയർലൻഡിൽ അതിവേഗം വളരുന്ന മതം. കൂടാതെ ഇവിടെ ഏത് മതത്തിലുള്ളവർക്കും അവരുടെ സ്വാതന്ത്ര്യം ഉറപ്പു നൽകുന്നു. 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് ലക്സംബർഗ്. ഇവിടെ നിലനിൽക്കുന്ന ഏറ്റവും വലിയ മതം ക്രിസ്തുമതമാണ്. 2018 കണക്കനുസരിച്ച് ലക്സംബർഗിലെ ജനസംഖ്യയുടെ 73.2% ക്രിസ്തുമത വിഭാഗങ്ങളാണ് ഉള്ളത്. എന്നിരുന്നാലും മതേതര ആളുകളിൽ ഗണ്യമായ ന്യൂനപക്ഷങ്ങളും മറ്റു വിശ്വാസങ്ങളുടെ സ്വാതന്ത്ര്യവും ഇവിടെ നൽകുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.